Hi dears, welcome to MTM Education channel. It's me Sheeja, your banking faculty. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്തായിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത്? സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സ് അല്ലേ? അപ്പോൾ ആരൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സ് ആരൊക്കെയാണ്? ഫസ്റ്റ് വൺ മൈനർ, ദെൻ സെക്കൻഡ് വൺ മാരീഡ് വുമൺ, തേർഡ് വൺ ഏജൻറ്റ് അല്ലേ? ഇത്രയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി ഫോർത്ത് വൺ ജോയിൻറ്റ് അക്കൗണ്ട്സ്. എന്താണ് ജോയിൻ്റ് അക്കൗണ്ട്? നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ജോയിൻ്റ് അക്കൗണ്ട് അല്ലേ? എന്താണ് ജോയിൻ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ രണ്ടോ അതിൽ കൂടുതലോ വ്യക്തികളുടെ പേരിൽ ഓപ്പൺ ചെയ്യുന്ന അക്കൗണ്ടാണ് എന്ത് ജോയിൻ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത്. രണ്ടോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ആളുകൾ ജോയിൻ്റ് ആയിട്ട് അവരുടെ പേരിൽ അക്കൗണ്ട് എടുത്തിരിക്കുകയാണ്. അത്തരത്തിലുള്ള അക്കൗണ്ടാണ് എന്ത് ജോയിൻ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത്. സാധാരണയായിട്ട് ഈ ജോയിൻ്റ് അക്കൗണ്ട് ആരാണ് ഓപ്പൺ ചെയ്യുന്നത്? ഒന്നുകിൽ പാർട്ട്നേഴ്സ് അല്ലേ, അല്ലെങ്കിൽ എന്താണ് ഹസ്ബൻഡ് ആൻഡ് വൈഫ്, അതല്ലെങ്കിൽ എന്താണ് ചൈൽഡ് ആൻഡ് ഗാർഡിയൻ. ഇങ്ങനെയുള്ളവരാണ് ഏത് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത്? ഈ നമ്മളുടെ ജോയിൻ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത്. ഇനി ജോയിൻ്റ് അക്കൗണ്ട് കേസിലും എന്താണ് ബാങ്കർ എന്ത് ചെയ്യണം എന്നാണ് പറയുന്നത്? ഈ ജോയിൻ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ചില പ്രിക്കോഷൻസ് മുൻകരുതലുകൾ എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ആ മുൻകരുതൽ നോക്കാം. ഫേസ്റ്റ് വൺ പറയണത് സൈൻഡ് അപ്ലിക്കേഷൻ. അതായത് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കണ്ടേ? ബാങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെങ്കിൽ എന്താണ് ആപ്ലിക്കേഷൻ കൊടുക്കണം. ആ കൊടുക്കുന്ന ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? ആരുടെയൊക്കെ പേരിലാണോ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുള്ളത് ആ വ്യക്തികൾ മുഴുവൻ അതിനകത്ത് എന്ത് ചെയ്തിരിക്കണം? സൈൻ ചെയ്തിരിക്കണം. ദെൻ സെക്കൻഡ് വൺ പറയണത് ഒബ്റ്റെയിനിങ് ഇൻസ്ട്രക്ഷൻ. എന്താണ് ഒബ്റ്റെയിനിങ് ഇൻസ്ട്രക്ഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ദ ബാങ്കർ ഷുഡ് ഗെറ്റ് ക്ലിയർ ഇൻസ്ട്രക്ഷൻ ഇൻ റൈറ്റിംഗ് റിഗാർഡിംഗ് ദ ഓപ്പറേഷൻ ഓഫ് അക്കൗണ്ട്. അതായത് ഈ അക്കൗണ്ടിൻ്റെ ഓപ്പറേഷനെ കുറിച്ചിട്ടുള്ള എല്ലാ ഇൻസ്ട്രക്ഷനും എന്താണ് ബാങ്കർക്ക് റൈറ്റിംഗ് ആയിട്ടല്ലേ, അതായത് നമ്മൾ എഴുതി തയ്യാറാക്കിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ ആർക്ക് കിട്ടിയിരിക്കണം? ബാങ്കർക്ക് കിട്ടിയിരിക്കണം. It must indicate the name or names of person who are authorized to operate joint account. അപ്പോൾ ആർക്കാണോ ഈ ജോയിൻ്റ് അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യാനുള്ള അധികാരം ഉള്ളത് ആ വ്യക്തിയുടെ പേര് അല്ലേ? അത് ചിലപ്പോൾ ഒരു വ്യക്തിയാവാം, അല്ല ഒന്നിൽ കൂടുതൽ വ്യക്തികളാവാം. അപ്പോൾ ആർക്കാണ് ഈ അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യാനുള്ള അധികാരം, അവരുടെ വിവരങ്ങൾ ആർക്ക് എഴുതി തയ്യാറാക്കി കിട്ടിയിരിക്കണം? ബാങ്കർക്ക് റിട്ടൺ ഫോമിൽ കിട്ടിയിരിക്കണം. ദെൻ നെക്സ്റ്റ് വൺ പറയണത് സ്റ്റോപ്പ് പേയ്മെൻറ്റ് ഓർഡർ. എന്താണ് സ്റ്റോപ്പ് പേയ്മെൻറ്റ് ഓർഡർ? എനി ജോയിൻ്റ് അക്കൗണ്ട് ഹോൾഡർ ക്യാൻ ഇഷ്യൂ ദ സ്റ്റോപ്പ് പേയ്മെൻറ്റ് ഓർഡർ ഓഫ് എ ചെക്ക് ടു ദ ബാങ്ക്. When such order is received from any of the joint account holder, the banker is bound to obey it. എന്താണ് ഇതിൽ പറയുന്നത്? ഏത് ജോയിൻ്റ് അക്കൗണ്ട് ഹോൾഡർ ആയാലും ശരി, അയാൾക്ക് എന്തിനുള്ള അധികാരം ഉണ്ട് എന്നാണ് പറയുന്നത്? പേയ്മെൻറ്റ് സ്റ്റോപ്പ് ചെയ്യാനുള്ള അധികാരമുണ്ട്. അതായത് ഒരു ചെക്കൊക്കെ നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പേയ്മെൻറ്റ് അവിടെ നിർത്തിവെക്കാനുള്ള അധികാരം ഈ ജോയിൻ്റ് അക്കൗണ്ട് ഹോൾഡർക്ക് ഉണ്ട്. അപ്പോൾ അങ്ങനെയൊരു ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ ബാങ്കർ എന്ത് ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്? പിന്നെ ആ ചെക്കിൻ്റെ മുകളിൽ ബാങ്കർ എന്ത് ചെയ്യാൻ പാടില്ല? പേയ്മെൻറ്റ് നടത്താൻ പാടില്ല. ദെൻ നെക്സ്റ്റ് വൺ പറയണത് അതോറിറ്റി ടു ഓവർഡ്രോ. ഇനി എന്താണ് അതോറിറ്റി ടു ഓവർഡ്രോ എന്ന് പറഞ്ഞാൽ ഓവർഡ്രോ ചെയ്യാനുള്ള അധികാരം, ഉള്ളതിനേക്കാൾ കൂടുതൽ നമ്മൾ എന്താണ് പൈസ എടുക്കാനുള്ള അധികാരം. The banker should also get a mandate as to whether the person authorized to open joint account are also authorized to overdraw the amount. അതായത് ആരൊക്കെ ചേർന്നിട്ടാണോ ജോയിൻ്റ് അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്നത് അവർക്ക് എന്താ പറയുക, അക്കൗണ്ടിൽ നിന്നും കൂടുതൽ പൈസ, ഉള്ളതിനേക്കാൾ കൂടുതൽ പൈസ വിഡ്രോ ചെയ്യാനുള്ള അധികാരം ഉണ്ടായിരിക്കും. അത് ആർക്കൊക്കെയാണ് ആ അധികാരം എന്നുള്ളത് ആർക്ക് കൊടുത്തിരിക്കണം എന്നാണ് പറയുന്നത്? ഇതിൻ്റെ ഒരു മാൻഡേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? റിട്ടൺ ലെറ്റർ ആർക്ക് കൊടുത്തിരിക്കണം? ബാങ്കർക്ക് കൊടുത്തിരിക്കണം. ആർക്കൊക്കെയാണ് ഓവർഡ്രോ ചെയ്യാനുള്ള അതോറിറ്റി ഉള്ളത് അതിനെക്കുറിച്ചിട്ടുള്ളൊരു റിട്ടൺ സ്റ്റേറ്റ്മെൻറ്റ് ആർക്ക് കിട്ടിയിരിക്കണം? ബാങ്കർക്ക് കിട്ടിയിരിക്കണം. ദെൻ നെക്സ്റ്റ് വൺ പറയണത് റിവോക്കേഷൻ ഓഫ് അതോറിറ്റി. എന്താണ് റിവോക്കേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ? എന്താണ്? ക്യാൻസൽ ചെയ്യുക അല്ലേ? അതോറിറ്റി ക്യാൻസൽ ചെയ്യുക. The authority given to operate the account can be revoked by any of the joint account holders. അപ്പം ഈ പാർട്ട്നേഴ്സിന്, അതായത് ആരൊക്കെയാണ് ജോയിൻ്റ് അക്കൗണ്ട് ഹോൾഡേഴ്സ് അവർക്കൊക്കെ എന്തുണ്ടായിരിക്കും എന്നാണ് പറയുന്നത്? ഈ ബാങ്ക് അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യാനുള്ള അധികാരം ഉണ്ടായിരിക്കും.
പക്ഷേ ഏതെങ്കിലും ഒരു ഹോൾഡർ പറയുകയാണ് ഇയാൾക്ക് ആ അധികാരം ഇല്ല. അതായത് ഇപ്പം ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ചേർന്നിട്ട് ജോയിൻ്റ് അക്കൗണ്ട് എടുക്കുകയാണ്. ഹസ്ബൻഡ് പറയുകയാണ് ബാങ്കറുടെ അടുത്ത് ഈ ആൾക്ക്, അതായത് ഭാര്യയ്ക്ക് എന്ത് ചെയ്യാനുള്ള അധികാരമില്ല, ഈ അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യാനുള്ള അധികാരം ഇല്ല എന്ന് ഈ ഹസ്ബൻഡ് ആവശ്യപ്പെടുകയാണെങ്കിൽ പിന്നീട് എന്താണ്, ഭാര്യയെ അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യാൻ അനുവദിക്കാൻ പാടില്ല, ഈ ബാങ്കർ അനുവദിക്കാൻ പാടില്ല. ദെൻ നെക്സ്റ്റ് വൺ പറയുന്നത് ഡെത്ത് ഓഫ് എ ജോയിൻ്റ് അക്കൗണ്ട് ഹോൾഡർ. ഇനി ഈ ജോയിൻ്റ് അക്കൗണ്ട് ഹോൾഡറിൽ ഒരാൾക്ക് മരണം സംഭവിച്ചു കഴിഞ്ഞാൽ ഉള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ എന്താണ് പറയുന്നത്, ഇൻ ദ ഇവൻറ്റ് ഓഫ് ഡെത്ത് ഓഫ് വൺ ഓർ മോർ ജോയിൻ്റ് അക്കൗണ്ട് ഹോൾഡേഴ്സ് ദ എമൗണ്ട് സ്റ്റാൻഡിംഗ് ഓൺ ദ ക്രെഡിറ്റ് ഓഫ് ദെയർ അക്കൗണ്ട് ഈസ് പേയബിൾ ടു ദ സർവൈവർ. അതായത് എന്താ അതിൽ പറയുന്നത്, ജോയിൻ്റ് അക്കൗണ്ട് ഹോൾഡറിൽ ആരെങ്കിലും ഒരാൾ മരിക്കുകയാണെന്നുണ്ടെങ്കിൽ അയാളുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റായി കിടക്കുന്ന പൈസ ആർക്കാണ് കൊടുക്കാനുള്ള അധികാരമുള്ളത്, പിന്നെ അയാളുടെ സർവൈവർ ആരാണോ അവർക്കാണ് കൊടുക്കുന്നത്. In the case of surviving account holders are required to withdraw the balance in the joint account and deposit it in a new account open in the name of the surviving joint account holders. അതുപോലെ നെക്സ്റ്റ് പറയുന്നത് എന്താണ്, ഇപ്പം നമ്മൾ പറഞ്ഞു സർവൈവർക്കാണ് ഇത് കിട്ടാനുള്ള അവകാശമുള്ളത്. സർവൈവർക്ക് എന്ത് ചെയ്യാം എന്നാണ് പറയുന്നത്, ഈ മരിച്ച ആളുടെ അക്കൗണ്ടിൽ നിന്നും പൈസ വിഡ്രോ ചെയ്തിട്ട് എന്ത് ചെയ്യാം, പുതിയൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. മറ്റുള്ള ജോയിൻ്റ് അക്കൗണ്ട് ഹോൾഡേഴ്സിൻ്റെ കൂടെ പുതിയൊരു അക്കൗണ്ട് അയാളുടെ പേരും കൂടെ ഉൾപ്പെടുത്തിയിട്ട് എന്ത് ചെയ്യാം, പുതിയ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം. If the joint account shows a debit balance at the time of death of the joint account holder, the banker must close the account immediately to determine the liability of the deceased joint account holder. അതായത് ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നേരത്തെ നമ്മൾ പറഞ്ഞത് എന്താണ്, അക്കൗണ്ടിൽ ക്രെഡിറ്റായി കിടക്കുന്ന പൈസ ഉണ്ടെങ്കിൽ, അക്കൗണ്ടിൽ ആവശ്യത്തിന് പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ സർവൈവർക്ക് കൊടുക്കാം, ആ സർവൈവർക്ക് ആ പൈസ വിഡ്രോ ചെയ്യാം, എന്നിട്ട് എന്താണ് വേറെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ ഒരു ഡെബിറ്റ് ബാലൻസ് ആണ് കാണിക്കുന്നതെങ്കിൽ, മരിക്കുന്ന സമയത്ത് ഡെബിറ്റ് ബാലൻസ് ആണ് കാണിക്കുന്നതെങ്കിൽ ബാങ്കർ എന്താണ് ചെയ്യുന്നത്, ആ അക്കൗണ്ട് എന്താണ് അവിടെ ചെയ്യുന്നത്, ക്ലോസ് ചെയ്യും. അതായത് ഇയാൾക്ക് എത്രത്തോളം ലയബിലിറ്റി ഉണ്ട് എന്നെല്ലാം മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് അക്കൗണ്ട് എന്ത് ചെയ്യും എന്നാണ് പറയുന്നത്, ക്ലോസ് ചെയ്യും. ദെൻ നെക്സ്റ്റ് ഇൻസോൾവൻസി. എന്താണ് ഇൻസോൾവൻ്റ് ആവുക എന്ന് പറഞ്ഞാൽ എന്താണ്, പാപ്പരാവുക എന്ന് പറയില്ലേ, അതാണ് ഇൻസോൾവൻസി. In the case of insolvency of one or more joint account holders, the banker should stop payment from the account to determine the liability of the insolvent person. അപ്പോൾ എന്താണ് ഇൻസോൾവൻസിയുടെ കേസിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ജോയിൻ്റ് അക്കൗണ്ട് ഹോൾഡേഴ്സിൽ ഒന്നോ രണ്ടോ ആളുകൾ ഇൻസോൾവൻ്റ് ആയിട്ട് മാറുകയാണെന്നുണ്ടെങ്കിൽ ആ അക്കൗണ്ടിൽ നിന്നുള്ള പേയ്മെൻറ്റ് ആര് നിർത്തിവെക്കണം, ബാങ്കർ നിർത്തിവെക്കണം. എന്തിനു വേണ്ടിയിട്ടാണ് പേയ്മെൻറ്റ് നിർത്തിവെക്കുന്നത്, ഓരോ ഇൻസോൾവൻ്റ് ആയിട്ടുള്ള വ്യക്തിക്ക് എത്രത്തോളം ലയബിലിറ്റി ഉണ്ട്, ബാധ്യത എത്രത്തോളം ഉണ്ടെന്ന് കണക്കാക്കാൻ വേണ്ടിയിട്ട് ആ അക്കൗണ്ടിൽ നിന്നുള്ള പേയ്മെൻറ്റ് ആര് നിർത്തിവെക്കണം, ബാങ്കർ നിർത്തിവെക്കണം. Then next 8th point, joint account in the name of husband and wife. ഇനി ഹസ്ബൻഡിനെയും വൈഫിനെയും പേരിലുള്ള ജോയിൻ്റ് അക്കൗണ്ടിൻ്റെ കേസിൽ എന്താണ് പറയുന്നത്, the credit balance in the joint account of husband and wife should be paid to husband if wife dies. അതായത് ഭാര്യ മരിക്കുകയാണെങ്കിൽ ഭാര്യയുടെ പേരിലുള്ള ക്രെഡിറ്റ് ബാലൻസ് അത് ആർക്കാണ് കൊടുക്കുന്നത്, ഹസ്ബൻഡിന് കൊടുക്കും. and the husband survives. However, if the husband dies, the credit balance shall be payable to all the legal heirs including wife. അപ്പം നമ്മൾ പറഞ്ഞത് വൈഫ് മരിച്ചു കഴിഞ്ഞാൽ ഹസ്ബൻഡിന് വൈഫിൻ്റെ പേരിലുള്ള പൈസ കിട്ടും. പക്ഷേ ഹസ്ബൻഡാണ് മരിക്കുന്നതെങ്കിൽ ആ പൈസ ആർക്കാണ് കിട്ടുക, വൈഫിന് മാത്രമല്ല, അതുകൂടാതെ ലീഗലായിട്ടുള്ള അവകാശികൾ ആരൊക്കെയാണോ അവർക്കൊക്കെ എന്ത് കിട്ടും, പൈസ കിട്ടും. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, വൈഫ് മരിച്ചാൽ ഹസ്ബൻഡിന് മാത്രമായിട്ട് ആ പൈസ എടുക്കാം. പക്ഷേ ഹസ്ബൻഡ് മരിക്കുകയാണെങ്കിൽ വൈഫിന് മാത്രമായിട്ട് കിട്ടില്ല, വൈഫിനും അതുപോലെ തന്നെ എന്താണ് ലീഗൽ ഹയേഴ്സ്, അടുത്ത നിയമപരമായിട്ടുള്ള അവകാശികൾ ആരാണോ അവർക്കും കൂടെ ആയിരിക്കും പൈസ കിട്ടുക. ദെൻ നെക്സ്റ്റ് വൺ പറയുന്നത് ഈതർ ഓർ സർവൈവർ. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇൻ ദ കേസ് ഓഫ് ജോയിൻ്റ് അക്കൗണ്ട് ഓപ്പൺ വിത്ത് ദ ഇൻസ്ട്രക്ഷൻ ഈതർ ഓർ സർവൈവർ, the bank is not bound to repay the amount to the representatives of the deceased and survivor. The banker should pay the amount to survivor only. അതായത് ചില അക്കൗണ്ടുകളിലൊരു ഇൻസ്ട്രക്ഷൻ ഉണ്ടാവും ഈതർ ഓർ സർവൈവർ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഒരു ഇൻസ്ട്രക്ഷൻ ഉള്ള അക്കൗണ്ട് ആണെന്നുണ്ടെങ്കിൽ ആ അക്കൗണ്ടിൻ്റെ ഹോൾഡർ മരിച്ചു കഴിഞ്ഞാൽ എന്താണ് ചെയ്യുക, അതിലുള്ള പൈസ ആർക്ക് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ, സർവൈവർക്ക് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ.
മനസ്സിലായോ? അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്ത് ജോയിൻ്റ് അക്കൗണ്ട് കംപ്ലീറ്റ് ചെയ്തു. ഇനി വരുന്നത് പാർട്ട്ണർഷിപ്പ് ഫേമാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് രണ്ടും കൂടി ആവുന്ന സമയത്ത് ആകെ കൺഫ്യൂഷനാവും. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, കുറേശ്ശെ ഓരോരോ ടോപ്പിക്കായിട്ട് പോവാം. അതാവും നന്നാവുക എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ മൊത്തം കൺഫ്യൂഷനായി മാറും കേട്ടോ. അപ്പോൾ നമുക്ക് വലുതാണെങ്കിൽ ഒരു ദിവസം ഒന്ന്, ചെറുതാണെങ്കിൽ നമുക്ക് ഒരു ദിവസം ഒന്നോ രണ്ടോ ഒക്കെ വെച്ചിട്ട് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ അതാവും നന്നാവുക. ഓക്കെ. അപ്പോൾ എന്നാൽ ബാക്കി പാർട്ട്ണർഷിപ്പ് ഫേം ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ എടുത്തു തരാം.